ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ്. ഇഫ്താറിനൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്, മാംഗോ മസ്താനി. മാങ്ങ കൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ പഴുത്ത മാങ്ങയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തത്. പിന്നെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ചതിന് ശേഷം നന്നായി തണുപ്പിച്ച പാലാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും. ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മാറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസും 1 ടേബിൾ സ്പൂൺ ഖസ്ഖസ് കുതിർത്ത് വെച്ചതും. പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടമുള്ള കുറച്ച് നട്ട്സും എടുക്കാം. പിന്നെ മാംഗോ കുറച്ച് കട്ട് ചെയ്തതും എടുക്കാം. ഇനി നമുക്ക് ആദ്യം മാംഗോ ജ്യൂസ് ആക്കാം. അതിനായി ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടു. പിന്നെ കുറച്ച് പാലെടുത്തിട്ട് ഇത് നന്നായി അടിച്ചിട്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടയാക്കിയ പാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നല്ല തണുത്തതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം മാംഗോ നല്ല പേസ്റ്റുള്ള രൂപമായിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും വനില എസൻസും ചേർത്ത് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് വേഗം ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാംഗോ മസ്താനി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ പീസ് ഇട്ടാം, കസ്കസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള മാംഗോ മസ്താനിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.